ഇതിൻ്റെ പഴയ വെട്ടുകല്ലും കരിങ്കല്ലും ഇതെല്ലാം കൂടെ കടത്തിക്കൊണ്ട് പോവുകയാണ്. ഞാൻ അന്വേഷിക്കാൻ വേണ്ടി ഇവിടെ വന്നു. ഞാനാ വരാത്തതിനകത്ത് ടീച്ചറുടെ റൂമിലേക്കൊന്നും ഞാൻ കയറിയില്ല. വെളിയിലിരുന്നു, കസേര ഉണ്ടായിരുന്നു. ഞാൻ ടീച്ചറെ വിളിച്ചു. ടീച്ചറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു സ്ഥലം മാറി വന്നിട്ടേ ഉള്ളൂ. ഒന്നും സംഭവിച്ചു. ഇവിടുന്ന് ആരും കൊണ്ടുപോയിട്ടില്ല. അവൻ അങ്ങനെയല്ലല്ലോ, കൊണ്ടിട്ടിരിക്കുന്ന സ്ഥലം വരെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അവിടെ പോയി നോക്കിക്കൂടെ. അപ്പോൾ അതിൽ നിന്നൊക്കെ അവർ ഒഴിഞ്ഞു മാറി. ഇപ്പോൾ അവർ വന്നിട്ട് കുറച്ച് 2 ആഴ്ചയൊക്കെ ആയിട്ടുള്ളൂ. അപ്പോൾ ആ കാര്യം ഞാൻ അന്വേഷിച്ചു. അവിടുള്ള അധ്യാപകരോട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ സ്കൂള് എല്ലാം ഇപ്പോൾ പൊളിച്ചു വിറ്റത് പഞ്ചായത്താണ് ജനറൽ ചെയ്തത്. ഞാനൊരു പഞ്ചായത്ത് എന്താ ചെയ്യാറ്? ഈ പഞ്ചായത്തായ നിയമപ്രകാരം UP സ്കൂൾ വരെ പഞ്ചായത്തിന്റെ ഭരണത്തിലാണെന്നുള്ളത് ശരിയാണ്. ഹൈസ്കൂളൊക്കെ ജില്ലാ പഞ്ചായത്ത്. പക്ഷെ ഗവൺമെന്റ് സ്ഥാപിച്ച സ്കൂളായി. സ്കൂള് ഗവൺമെന്റിൻ്റെതാണ്. നമ്മളെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ട്രസ്റ്റിയായിട്ട്. നമുക്കിത് പൊളിക്കാമെന്ന് അറിയാലേ, അവളത് അംഗീകാരം വേണം. സർക്കാർ പഠിക്കുന്നതാണ്. 100 വർഷം മുമ്പ് ഇത് പണിയുമ്പോൾ ഇവിടെ ജില്ലാ പഞ്ചായത്തോ ഗ്രാമപഞ്ചായത്തോ ഒന്നുമില്ല. അപ്പൊ അത് പൊളിച്ച് വിൽക്കണമെങ്കിൽ ഡയറക്ടർ ഓഫ് പബ്ലിക് ഇൻസ്ട്രക്ഷന്റെ അനുവാദം വേണം. ജനറൽ എഡ്യൂക്കേഷൻ സെക്രട്ടറിയുടെ അനുവാദം വേണം. ബഹുമാനായിട്ടുള്ള DCC പ്രസിഡന്റ് അറിയാം. ഇത് നിയമസഭയിലെ പ്രഗത്ഭരായ മെമ്പർ. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ തോപ്പിക്കാൻ ഒരാൾക്കും കഴിയുന്നില്ല. അത്ര നല്ല ശബ്ദമായിരുന്നു. അസംബ്ലി മുദ്രാവാക്യം വിളിച്ചാൽ വേറെ ആര് വിളിച്ചാലും കേൾക്കത്തില്ല. അങ്ങനെയായി അദ്ദേഹം വന്ന് പ്രതിപക്ഷത്ത് ഞാൻ ഭരണകക്ഷിയിൽ വരുന്നത് വേറെ കാര്യം. ഞാൻ പറയാം, പിന്നെ അദ്ദേഹം മത്സരിച്ചിട്ടില്ല. രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടി അദ്ദേഹം സ്ഥാനം ഒഴിച്ചു കൊടുക്കാം. അപ്പോ ഈ പറയുന്ന അതെ ഇത് അതെ പഞ്ചായത്ത് സെക്രട്ടറി ഒന്ന് കാണുമെന്ന് പറഞ്ഞു. അവരെന്താ ചെയ്തത്? അവിടെയുള്ള CPM പെട്ട മെമ്പർമാരെ മാത്രം വിളിച്ചോളൂ. അവരെ കൂട്ടിക്കൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ പറ്റും. ഞാൻ ഇവരെ ആരെയും വിളിച്ചില്ല. എനിക്ക് അവരെ കാണേണ്ട കാര്യമില്ല. ഞാനവിടെ മേലെ ആരോട് ഉന്നയിക്കാനുമല്ല വന്നത്. ഈ പറയുന്ന കണക്കൊന്നും എൻ്റെ കയ്യിലില്ല. എനിക്കെല്ലാം ഇന്നലെ കിട്ടിയതാണ്. വന്നു, ഞാൻ അവരോടൊന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഇവരങ്ങ് ഇടപെടുകയാണ്. ആ സ്കൂളുമായി യാതൊരു ബന്ധവുമില്ലാത്തൊരു പഞ്ചായത്തുണ്ട്. ഒന്ന് അതാണ്. പിന്നെ SMCയുടെ ചെയർമാൻ, അയാളുടെ കാലത്താണ് ഈ കുഴപ്പങ്ങളിൽ പകുതി നടന്നത്. അതിന് മുമ്പുണ്ടായിരുന്ന ആളുടെ കാലത്താണ് ബാക്കി നടന്നത്. ഭയങ്കര ബഹളമായപ്പോഴേ പഞ്ചായത്ത് സെക്രട്ടറി ഈ ആളുകളെ കൂട്ടി എന്തിനാവുന്നത്? ആ വന്നവരാണ് അവിടെ കലാപം ഉണ്ടാക്കിയത്. ശരിക്കും പറഞ്ഞാൽ കലാപത്തിൽ ആളുകളെ വിളിച്ചുകൊണ്ട് വന്നത് പഞ്ചായത്ത് സെക്രട്ടറിയാണ്. ഒരു നിമിഷം സർവീസ് എടുക്കാൻ യോഗ്യതയില്ല. അണ്ടർ സസ്പെൻഷൻ എൻജോയ് നേരിടുന്നവരാണ്. ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടെങ്കിൽ അത് നടക്കണം. ഗവൺമെന്റ് ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ സമഗ്രമായ എൻക്വയറിക്ക് ഒരു ഉദ്യോഗസ്ഥനെ ഏർപ്പാട് ചെയ്യുന്നതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. ഈ കുഴപ്പം കാണിച്ചവരുടെ പേരിൽ കേസെടുക്കാനും തീരുമാനമുണ്ടായതായിട്ടാണ് എനിക്ക് കിട്ടിയ വിവരം. അവിടെ പെറ്റീഷൻ പോയി. അവിടെ ഹെഡ്മിസ്ട്രസുമാരും പഞ്ചായത്ത് സെക്രട്ടറിമാരും ഒക്കെ ഗവൺമെന്റിന് ശമ്പളം വാങ്ങുന്നവരാണ്. ഒരു MLA ഒരു കാര്യം അന്വേഷിക്കാൻ വന്നാൽ ആ വിവരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് അക്രമികളെയും കൂട്ടി വന്ന് ബഹളം ഉണ്ടാക്കുകയാണോ ചെയ്തത്? ആ പഞ്ചായത്ത് സെക്രട്ടറിക്ക് എങ്ങനെ അവിടെ ഇരിക്കാൻ പറ്റും? ഹെഡ്മിസ്ട്രസ് പിന്നെ ഇതൊന്നും തടഞ്ഞുള്ളത് മാത്രമേ ഉള്ളൂ. അവരവിടെ നിന്നവർ വേറെ ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ തടയേണ്ടതല്ലേ? എൻ്റെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോണം. ഇവിടെ MLA വന്നു കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങളവിടെ ഇരിക്കുകയാണ്, ഈ ബഹളം ഉണ്ടാക്കേണ്ട കാര്യമുള്ളതെന്ന് അവരും പറഞ്ഞില്ല. അങ്ങനെ 9 പേരുമായി വന്നു. 9 പേരും CPM മെമ്പർമാരാണ്. അസൽ ഗുണ്ടായിസം. എനിക്ക് ക്ഷമയുണ്ടായതുകൊണ്ട് അടി നടന്നില്ല. അല്ലെങ്കിൽ ഞാനുമായിട്ട് അടി നടക്കേണ്ടതാണ്. അത്ര ധിക്കാരമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ വളരെ ശാന്തനായിട്ട് ഇവിടെ ഇരുന്നു. ഞാനിപ്പം പണ്ടൊക്കെ നമ്മൾ തല്ലിയിട്ടുണ്ട് കോടതി പിടിക്കുമ്പോൾ. അതിനകത്ത് നമ്മൾ തല്ലാറില്ല. അപ്പോൾ എൻ്റെ പടിഞ്ഞാറ് വശത്ത് അടി കിടക്കുക. അവിടെ ഉണ്ടായിരുന്ന എന്താ ഇതിൻ്റെ പേര്, നസീബോ, അയാളെ അടിച്ചങ്ങ് താഴെ ഇടുക വെറുതെ. അയാൾ ഇതിനെതിരായി അല്പം കോൺഗ്രസിൽ നിന്നൊക്കെ മാറി ഇപ്പം വീണ്ടും വരുന്നു. അതൊക്കെ കളഞ്ഞ അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം. അയാളാണ് ഈ അഴിമതി വഴിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അയാൾ ഇവിടുത്തെ പെറ്റീഷൻസ് ഉണ്ട്. അതിൻ്റെ വൈരാഗ്യമാണ്.
സ്കൂളിനെ നശിപ്പിക്കാൻ വരുന്നതാണ് പറയുന്നത്. അതായത് ഈ മോട്ടിക്കുന്നതാണ് സ്കൂളിന്റെ നന്മ, മോഷണത്തെ എതിർത്താൽ അത് നശിപ്പിക്കലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ പ്രവർത്തകർ എങ്ങനെ ഈ നാട് നന്നാക്കും? അവർ ഏത് പ്രത്യയശാസ്ത്രമാണ് DC പ്രസിഡന്റ് അത്ര ഭംഗിയായിട്ട് പറഞ്ഞു, ഏത് പ്രത്യയശാസ്ത്രമാണ് ഇവർ നയിക്കുന്നത്? ഇന്നലെ മാർക്സിസം ഇതൊന്നുമല്ല, ഗാന്ധിസം ഇതല്ല, നെഹ്റുവിസം ഇതല്ല, ഇതൊക്കെ പേരും കായ്ക്കണം കൊച്ചിട്ടുള്ള പരിപാടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ ഇതവിടെ ഉണ്ടായി. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്, കോൺഗ്രസ് തുള്ളുകളുമായി പോയി. അങ്ങനെയാണ് പത്രത്തിൽ. ഒന്നാമത് അടി വാങ്ങുകയല്ലാതെ അടി കൊടുക്കുന്ന പരിപാടി കോൺഗ്രസ്സുകാർക്കില്ല. ഇല്ല, അതുണ്ടായിരുന്നെങ്കിൽ സ്ഥിതി ആകെ മാറിപ്പോയി. ഞാൻ ആക്ഷേപിക്കാനാണ് പറഞ്ഞത്. അപ്പൊ അങ്ങ് ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഓടുന്നതിന്റെ അല്ല, അത് അടിക്കത്തില്ല, ഗാന്ധിയനാണ്. നിങ്ങളാണ് ജനബോധം കൊടുത്തതേക്ക്. ചിലപ്പോ കാരണം നിങ്ങൾ വളർന്നു വന്ന അങ്ങനെയാ അവിടെ. അദ്ദേഹം വേറെ. ഞാൻ പറഞ്ഞത് അങ്ങനെയെല്ലാമുള്ള ഒരു ഗുണ്ടകൾ. ഞാൻ ഗുണ്ടകളുമായിട്ട് സംസാരിക്കാറില്ല, എനിക്ക് അവരുമായിട്ട് ബന്ധമില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഞാൻ ഒറ്റയ്ക്കാണ് പോയത്. പിന്നെ എൻ്റെ ഡ്രൈവർ ഉണ്ടായിരുന്നു, ഒരാളെൻ്റെ കൂടെ ഇല്ല. എന്നിട്ടാണ് കോൺഗ്രസ് ഗുണ്ടകളുമായിട്ട് പോകുന്നത്. ആണല്ലേ ഇവർക്ക്? പിന്നെ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ചോദിച്ചാൽ ഏത് ലോകത്താണ്? ഞാൻ ഗുണ്ടകളുമായി സഞ്ചരിക്കുന്ന ആളാണ്. എന്തിന്? എനിക്ക് യാതൊരു ആവശ്യമില്ല. 75,000 പേരാ വോട്ടർമാരായി എനിക്ക് വോട്ട് ചെയ്തത്. ഒന്നങ്ങനെ 75,000, 55% ആകെ വോട്ടുണ്ട്. CPM-നും BJP-ക്കും കൂടെ കിട്ടിയ വോട്ട് ഒരുമിച്ച് കൂട്ടിയാൽ എനിക്ക് അതിനേക്കാൾ 4% കൂടുതലാണ്. നിങ്ങളെല്ലാം ചെയ്ത വോട്ടല്ലേ? അത് BJP-യുടെ വോട്ടാണ്. എന്നൊക്കെ പറഞ്ഞു. BJP-യുടെ വോട്ടാണ്. BJP പറഞ്ഞിട്ടല്ലല്ലോ. 51,000 വോട്ട് ഇവിടെ നിജുവിന് കിട്ടിയ അവസാനം കോൺഗ്രസിന്. അതിൽ 45,000 വോട്ട് ഇനി കിട്ടിയിട്ടുണ്ട്. ഒരു 10,000 വോട്ടാണ് BJP-യിൽ വന്നത്. കാരണം അവരുടെ വോട്ട് 16,000 ചുരുങ്ങി. ബാക്കി 20,000 CPM-ന്റെ വോട്ടാണ്. CPM-ന്റെ വോട്ടാണ്. കോൺഗ്രസിന്റെ കഴിഞ്ഞ ഏറ്റവും കൂടുതൽ വോട്ട് CPM-ൽ 20,000 കുറയാതെ കിട്ടുക. അങ്ങനെ 75 വന്നത്. CPM-ന്റെ ആൾക്കാരെ വോട്ട് ചെയ്യാൻ എന്താ കാരണം? പിണറായി വിജയൻ വന്നു, ഗോവിന്ദൻ വന്നു, നാസർ വന്നു, വരാത്തതാരാ? അവരാരും പറയുന്നത് കേൾക്കാതെ എന്തുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തു? കാരണം അവർ പറയുന്നതൊന്നും വസ്തുതയല്ല, ജനനന്മയ്ക്കല്ല. അവരുടെ കൂടെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാനാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി. അവർക്ക് എന്നെ അറിയാതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തു. ഞാൻ ഒരു പാർട്ടിയിലും ചേർന്നില്ല. ഇത് കോൺഗ്രസിന്റെ പ്ലാറ്റ്ഫോമത്തിലാണ്. എന്നെ വിജയിപ്പിച്ചതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഞാൻ എല്ലായിടത്തും ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാൻ കോൺഗ്രസ്സുകാരുടെ പാർലമെന്ററി പാർട്ടികൾ എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പാർലമെന്ററി പാർട്ടി ചേരുന്നില്ല, ഞാൻ എല്ലാത്തിനുണ്ട്. സതീശൻ ഗവൺമെന്റിന്റെ എല്ലാ നല്ല കാര്യത്തിലും ഞാൻ വോട്ടും ചെയ്തിട്ടുണ്ട്. ബഡ്ജറ്റൊക്കെ ഞാൻ വോട്ട് ചെയ്യുകയും ചെയ്യും. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനപിന്തുണ ഉറപ്പിച്ചു നിർത്താനും കോൺഗ്രസിന് തന്നെ വളരാനും നല്ലത് ഞാൻ സ്വന്തമായിരിക്കുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വേറൊരു പാർട്ടി ചേർന്നുകൊണ്ട് പറയാൻ പറ്റും. കോൺഗ്രസിന്റെ ചെളിക്കുണ്ടിൽ പോയി വീണെന്നൊക്കെ ബഹുമാനനായ മുഖ്യമന്ത്രി ആയിരുന്നില്ല, ശ്രീ പിണറായി വിജയൻ പറഞ്ഞില്ലേ? അതിനോട് മറുപടി പറഞ്ഞു കഴിഞ്ഞു. കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് കിട്ടിയെങ്കിൽ കോൺഗ്രസിന്റെ പിന്തുണ കൊണ്ട് മാത്രമാണ് CPM. അല്ലെങ്കിൽ ഒറ്റ സീറ്റേ കാണത്തുള്ളൂ കേരളത്തിലെ ഒരേ ഒരു സീറ്റ്. 56 സീറ്റുണ്ടായിരുന്നു CPM-ന്റെ പാർലമെന്റിൽ. ഇടതുപക്ഷ മുന്നണിക്ക് 62 സീറ്റ്, ബാക്കി CPI ആയിരുന്നു. ആ കാലമൊക്കെ പോയി. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ്, ഒറ്റ സീറ്റ് കോൺഗ്രസിന് എതിർത്ത് കിട്ടിയ ഒറ്റ സീറ്റ്. ഭൂരിപക്ഷവും കുറഞ്ഞോട്ടെ. തമിഴ്നാട്ടിൽ 4 സീറ്റ് 2 പാർട്ടിക്ക് കൂടെ കിട്ടിയ CPIക്ക് സിന്ധുവിൽ കിട്ടിയതും രാജസ്ഥാനിൽ നിന്ന് കിട്ടിയത് 4-5 ഒന്നും കിട്ടും. ഇത്രയേ ഉള്ളൂ. വെറും 6 സീറ്റായി കുറഞ്ഞ എന്തുകൊണ്ട് എന്നല്ലേ ചർച്ച ചെയ്യേണ്ടത്. അതല്ലേ ബേബിയെ തുറച്ചു നോക്കുന്ന പ്രശ്നം ഇതാണ്. അതിന്റെ സെക്രട്ടറി ആയി പോയതോ? ഇതെങ്ങനെ ഇതിനെ പൊക്കിയെടുക്കാൻ പറ്റും? ആര് വഴി പൊക്കിയെടുക്കും? സഹായിക്കാൻ ആരെങ്കിലും ഉണ്ടോ ബേബിയെ? ആരുമില്ല. കേരളത്തിൽ മാത്രമേ ഉള്ളൂ ഇത്രയെങ്കിലും കിട്ടുന്നത്. അത് കുറഞ്ഞു വരികയാണ്. 27 സീറ്റായിട്ട് അസംബ്ലി ചുരുങ്ങിയില്ലേ? ഇല്ലേ? 19 ഉണ്ടായിരുന്നല്ലേ? ഇതിനെപ്പറ്റിയൊന്നുമല്ല ചിന്തിക്കുന്നത്. വിമർശിക്കുന്നവരെ എങ്ങനെ അപമാനിക്കുക? രാഷ്ട്രീയമായിട്ട് ഉള്ള എതിർപ്പല്ല, വ്യക്തിപരമായി ആക്ഷേപിക്കുകയാണ്, വൃത്തികേട് പറയുകയാണ്. സ്വന്തം വീട്ടിലെ ഭാര്യയ്ക്കും
പെങ്ങന്മാരുണ്ടെങ്കിൽ അവർക്കും അമ്മയ്ക്കും മറ്റുള്ളവർക്കും അപമാനകരമായ തിരിച്ചടി മറ്റുള്ളവരിൽ നിന്ന് കിട്ടാനുള്ള കാര്യങ്ങൾ ഇവര് ക്ഷണിച്ചു വരുത്തുകയാണ്. ഞങ്ങളാരും ഒരിക്കലും അത് ചെയ്യില്ല. ഒരു പരിസ്ഥിതിയിലും ഞങ്ങൾ സ്ത്രീകളെ അവമാനിക്കില്ല.